തന്റെ മകന്റെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ ധൃതരാഷ്ട്രർ വളരെ ആശങ്കയിലായിരുന്നു. കാരണം പ്രതിഭാഗം പാണ്ഡവരാണ്. പല ചിന്തകൾ അയാളെ വേട്ടയാടി. ഈ കാര്യത്തിൽ ആരെയൊക്കെ എതിർത്താലും അവർ കൂടെ ഉണ്ടാവുമെന്ന ഉറപ്പ് ദുര്യോധനനുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പ് ദുര്യോധനനെ അവരിലേക്ക് തന്നെ എത്തിച്ചു. തന്റെ സ്നേഹമായ സഹോദരൻ ദുശാസനനും തന്റെ തലച്ചോറായ അമ്മാവൻ ശകുനിയും തന്റെ ധൈര്യമായ കർണനും അവിടെ ഉണ്ടായിരുന്നു. ദുര്യോധനന്റെ ഉള്ളിലെ ആ വേദന അയാൾ അവരോട് പങ്കുവച്ചു. എപ്പോഴും ദ്രൗപദി തന്നെയാണ് എൻ്റെ മനസ്സിൽ. അവളുടെ ശബ്ദം എന്നെ തന്നെ ഇല്ലാതെയാക്കുകയാണ്. ഞാൻ എന്തു ചെയ്യണമെന്ന് മാത്രം സഹോദരൻ പറഞ്ഞാൽ മതി. ദുശാസന, അവരെ വകവരുത്താൻ ആദ്യം ഒരു വഴി നമ്മൾ കണ്ടെത്തണം. ശേഷം ദുര്യോധനൻ പാണ്ഡവരെ കൊല്ലുവാനുള്ള പദ്ധതി ഓരോന്നായി പങ്കുവച്ചു. കർണ, നിനക്കെന്താണ് അഭിപ്രായം? കർണൻ ആ ചോദ്യം കേട്ടില്ല. ദുര്യോധനനും ദുശാസനനും മാറി മാറി അയാളെ വീണ്ടും വിളിച്ചു. എത്ര വിളിച്ചിട്ടും അയാൾ ആ വിളി കേട്ടില്ല. അയാൾ തന്റെ ഏതോ ഓർമ്മയിലകപ്പെട്ടിരിക്കുകയായിരുന്നു. കർണ, ആ മത്സ്യപരീക്ഷ എൻ്റെ കഴിവിനും അപ്പുറമാണ്. ദ്രൗപദി എനിക്ക് അസാധ്യമാണ്. നിനക്കെങ്കിലും അവളെ നേടാനാകട്ടെ. എനിക്കോ? ദുര്യോധന, നിന്റെ വിജയം കാണാൻ മാത്രമാണ് എൻ്റെ വരവ്. രാജകന്യകയെ നേടാനുള്ള മോഹം ഈ സൂതപുത്രനില്ല.